ചിലതരം ആളുകളുണ്ട്. സമൂഹത്തിൽ അല്പം സമ്പന്നരും അല്ലെങ്കിൽ പേരും പെരുമയും ഉള്ളവർ ഏതെങ്കിലും കാര്യം ചെയ്യുന്നെങ്കിൽ അത് ശരിയായിരിക്കും. ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൽ ശ്രീരാമകൃഷ്ണദേവൻ ഒരവസരത്തിൽ ഇങ്ങനെയുള്ള മനോഭാവക്കാരെക്കുറിച്ച് ഒരു സൂചന നൽകുന്നുണ്ട്. ചൈതന്യ മഹാപ്രഭു 15-ാം നൂറ്റാണ്ടിൽ ബംഗാളിൽ സങ്കീർത്തന അവതാരം എന്നാണ് ചൈതന്യ മഹാപ്രഭുവിനെ പറയുക. ചൈതന്യ മഹാപ്രഭു ഈശ്വരനാമങ്ങൾ ജപിച്ച് അത് നാമജപങ്ങളായി സംഗീതമായി തെരുവിലൂടെ അനുയായികളോടൊപ്പം പാടി നടക്കുന്നത് സ്ഥിരമായിരുന്നു. ചൈതന്യ മഹാപ്രഭു എത്ര മഹാപണ്ഡിതൻ, അതും ഒരവതാരം. അദ്ദേഹം ഒരു ഈശ്വരനാമം അവതരിപ്പിക്കുന്നുവെങ്കിൽ അത് ശരിയായിരിക്കും എന്ന് ധരിക്കുന്ന ആളുകളുണ്ടായിരുന്നു. സത്യത്തിൽ അവർക്ക് ഈശ്വരനിൽ വലിയ വിശ്വാസമില്ല. ചൈതന്യ മഹാപ്രഭു പറയുന്നത് കൊണ്ട് ഞങ്ങൾ അത് വിശ്വസിക്കുന്നു എന്ന ഒരു സ്ഥിതി. ഇതാണ് ശ്രീരാമകൃഷ്ണദേവൻ ഈശ്വരനെക്കുറിച്ച് നിങ്ങൾക്കുള്ള സങ്കല്പം ആരെങ്കിലും പറഞ്ഞുണ്ടാകേണ്ടതല്ല. സ്വയം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ഈശ്വര ഭാവത്തെക്കുറിച്ചുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം. അതിനൊരു തമാശക്കഥ ശ്രീരാമകൃഷ്ണദേവൻ പറയും. ഒരിക്കൽ ഗ്രാമീണരായ കുറേ കർഷകരെ ഒരു ജന്മി തൻ്റെ സദ്യയ്ക്ക് ക്ഷണിച്ചു. എന്നിട്ട് ഈ കർഷകരോട് ചോദിച്ചു, ഞങ്ങൾ പ്രധാനമായും വിളമ്പുന്നത് അമ്പഴങ്ങ പച്ചടിയാണ്, അത് നിങ്ങൾ കൂട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ കർഷകർ ചോദിച്ചത്, ഇവിടുത്തെ പ്രമുഖരായ ആളുകൾ അമ്പഴങ്ങ പച്ചടി കൂട്ടുമോ? എങ്കിൽ ഞങ്ങൾക്കും വിരോധമില്ല. ഒരാൾ ഒരു ഭക്ഷണം കഴിക്കുന്നത് അവരവരുടെ സ്വാദിനനുസരിച്ചായിരിക്കണം. മറ്റൊരാൾ കഴിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ സമൂഹത്തിലെ കുറേ മാന്യന്മാർ കഴിക്കുന്നത് കൊണ്ട് ഞങ്ങളും കഴിക്കാം എന്ന മനോഭാവം ശരിയല്ല. ഇതാണ് ഈശ്വരാരാധനയിലും ഇത് വളരെ പ്രകടമാണെന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത്. ഏതൊരു ഇഷ്ടങ്ങൾക്ക് പിന്നിലും നമ്മുടേതായ ഒരു താല്പര്യമുണ്ടായിരിക്കണം, നമ്മുടേതായ ഒരു മനോഭാവം അതിലുണ്ടാവണം. മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ നിലയും വിലയും തനിക്കും ലഭിക്കും എന്ന് കരുതി ആ ഇഷ്ടങ്ങളെ ഒരിക്കലും സ്വീകരിക്കരുത്. മനസ്സുകൊണ്ട് ഈശ്വരനോട് നമുക്ക് അടുപ്പമുണ്ടാകണം. എങ്കിൽ മാത്രമേ ഭക്തി കൊണ്ട് പ്രയോജനമുള്ളൂ.